നിലമ്പൂരിൽ UDF വാതിൽ പൂർണ്ണമായും അടച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ. അൻവർ തിരുത്തിയാൽ UDF-ൽ എത്തിക്കാൻ ശ്രമം തുടരും. അൻവറിന്റെ വോട്ടില്ലെങ്കിലും നിലമ്പൂരിൽ UDF വിജയിക്കുക തന്നെ ചെയ്യും. എന്നാൽ മത്സരം കുറച്ചുകൂടെ കടുക്കുന്നതായിരിക്കും. CPM-നും സർക്കാരിനെതിരെയും നടത്തിയ ശക്തമായ നിലപാടുകളും പ്രസ്താവനയുമാണ് അൻവറിലേക്ക് UDF-നെ ആകർഷിച്ചത്. UDF-നൊപ്പം നിൽക്കാനുള്ള അൻവറിന്റെ തീരുമാനങ്ങളും അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചു. ഇപ്പോഴും അൻവർ UDF-ലേക്ക് വരാൻ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾ തീരുമാനം പുനഃപരിശോധിക്കാൻ തയ്യാറാകും. അതിൽ തർക്കമൊന്നും തന്നെയില്ല. UDF-നൊപ്പം നിൽക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുന്നതായി അൻവർ പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ സതീശൻ തന്നെ കൈപിടിച്ചു കൊണ്ടുവന്നേനെയെന്ന് സുധാകരൻ പറഞ്ഞു. UDF-ൽ ഞങ്ങൾക്കാർക്കും അൻവറിനോട് വ്യക്തിപരമായ വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നും തന്നെയില്ല. അദ്ദേഹം വരുമെന്ന് അറിയിച്ചാൽ കൂടെ നിർത്തുന്നതിനെ കുറിച്ച് UDF ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. സതീശന് അഭിപ്രായ വ്യത്യാസമുണ്ടായത് അദ്ദേഹം എടുത്ത ഒരു തീരുമാനത്തിന് വിയോജിപ്പ് ഉണ്ടായപ്പോഴാണ്. അത് സ്വാഭാവികവുമാണ്. പ്രതിപക്ഷ നേതാവ് അയഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. പ്രതിപക്ഷ നേതാവ് അയഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. പ്രതിപക്ഷ നേതാവ് അയയുമ്പോൾ അൻവർ കൂടെ അയയണം. ഒരാൾ അയഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. രണ്ടുപേരും അയഞ്ഞാലേ തീരുമാനമാകൂ എന്നും കെ സുധാകരൻ പറഞ്ഞു. UDF ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ സ്ഥാനാർത്ഥിക്കെതിരെ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുടെ കൂടെ ഒപ്പം പോകാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അൻവറിന്റെ വികാരത്തെ ഒന്ന് മയപ്പെടുത്തി കൈകാര്യം ചെയ്യാൻ പ്രതിപക്ഷ നേതാവിന് സാധിക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം തന്നെ വിലങ്ങുതടിയായി മാറിയത് ആര്യടൻ ഷൗക്കത്തിനെതിരായ അൻവറിന്റെ തന്നെ പ്രതികരണങ്ങളാണെന്ന് കെ സുധാകരൻ ആഞ്ഞടിച്ചു. നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കി M സ്വരാജിനെ CPM ബലിയാടാക്കിയെന്നും കെ സുധാകരൻ പറഞ്ഞിരുന്നു. അതേസമയം UDF-ലേക്ക് ഇനി ഇല്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു PV അൻവർ. ഒരു രാഷ്ട്രീയ നേതാക്കളും തന്നെ വിളിക്കരുതെന്നും PV അൻവർ കൂട്ടിച്ചേർത്തു. നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്നും PV അൻവർ വ്യക്തമാക്കി കഴിഞ്ഞു. മത്സരിക്കാൻ കോടികൾ വേണം, തന്റെ കയ്യിൽ പണമില്ല. ചേലക്കരയിൽ കോടികൾ ചെലവാക്കുന്നത് കണ്ടതാണ്. മരുമോന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും സംഘം വരും. ബൂത്തുകളിൽ ലക്ഷങ്ങൾ ആണ് ചെലവഴിക്കുന്നതെന്നും അൻവർ ആരോപിച്ചു. CPIM-മായി ഇനി ഒരിക്കലും ഒത്തുപോവില്ല എന്നാണ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. VD സതീശനുള്ള UDF-ലേക്ക് അൻവർ ഇല്ല. തോറ്റ സീറ്റിൽ പല സ്ഥലത്തും എനിക്ക് വിജയിപ്പിക്കാൻ കഴിയും. തോറ്റ 5 സീറ്റ് തരാനാണ് ആവശ്യപ്പെട്ടത്. മലമ്പുഴ വരെ ആവശ്യപ്പെട്ടു, അതും തന്നില്ല. താൻ UDF-ലേക്ക് എത്തുന്നതിനെതിരെ മുന്നണിയിലെ തന്നെ ചില നേതാക്കൾ നിലകൊണ്ടുവെന്ന് PV അൻവർ തുറന്നടിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ ലക്ഷ്യമിട്ടായിരുന്നു പരാമർശം. മുന്നണി പ്രവേശനം സംബന്ധിച്ച് ചർച്ചകൾ തുടരുകയാണ്. വ്യക്തത ഇനിയും തന്നെ വന്നിട്ടില്ല. പിണറായിസത്തിനെതിരെ പോരാട്ടം നടത്തി ഇറങ്ങി വന്നയാളാണ് ഞാൻ. എന്നെ സഹായിച്ച് ആ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കേണ്ട UDF നേതൃത്വത്തിലെ ചിലർ അതിന് തയ്യാറായിട്ടില്ല എന്നായിരുന്നു PV അൻവർ ആരോപിച്ചത്. പിണറായിസം മാറ്റി നിർത്തി ഗൂഢശക്തികളുടെ താല്പര്യം സംരക്ഷിച്ച് അൻവറിനെ പരാജയപ്പെടുത്താനുള്ള മുദ്രാവാക്യം വിളിക്കുകയാണ് UDF-ലെ ചിലർ. അതിലൊരു മാറ്റവുമില്ല. ഞാൻ ആരെയും കണ്ടിട്ട് ഇറങ്ങി വന്നവനല്ല. അധികാരത്തിന്റെ അപ്പകഷ്ണത്തിനായി പിണറായിസത്തിനെതിരായ മുദ്രാവാക്യത്തിൽ നിന്നും പിന്മാറില്ല. ശത്രുവിനൊപ്പമാണ് ചിലരെന്ന വസ്തുത ജനം പിന്നീട് മനസ്സിലാക്കും. അധിക പ്രസംഗിയാണെന്നതാണ് അവരെ അലട്ടുന്ന കാര്യം. അധിക പ്രസംഗം തുടരുമെന്നും PV അൻവർ പറഞ്ഞു. PV അൻവറിനെ മാറ്റി നിർത്തിയാലും UDF വിജയിക്കുമെന്നാണ് VD സതീശൻ പറയുന്നത്. AICC സെക്രട്ടറി 3 മണിക്കൂറാണ് മുന്നണി പ്രവേശനം സംസാരിക്കാൻ കാത്തുനിന്നത്. KC-യോട് വിരോധമില്ല. അദ്ദേഹം എനിക്ക് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചു. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചതാണ് VD സതീശൻ. PV അൻവർ ഇല്ലാതെ ആരാണ് വോട്ട് കൊടുക്കുക? വ്യക്തിപരമായി VD സതീശനോട് ഒരു പ്രശ്നവുമില്ല. നിഗൂഢതയുണ്ട്. പ്രശ്നങ്ങളിലെല്ലാം ഞാൻ മാപ്പ് പറഞ്ഞതാണ്. VD സതീശൻ ഉള്ള UDF-ലേക്ക് അൻവർ ഇല്ല. തോറ്റ സീറ്റിൽ പല സ്ഥലത്തും എനിക്ക് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് വരെ ഞാൻ പറഞ്ഞിരുന്നു. തോറ്റ 5 സീറ്റ് തരാനാണ് ആവശ്യപ്പെട്ടത്. മലമ്പുഴ വരെ ആവശ്യപ്പെട്ടിരുന്നു, അതും തന്നില്ല എന്ന് അൻവർ പറയുന്നു. പിണറായിസം തുടരുമെന്ന് കൃത്രിമ പ്രചാരണം നടത്തുകയാണ് എന്നും അൻവർ പറഞ്ഞു.